മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഭാര്യ ആയിഷയോട് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് പറയാനുണ്ടായ മറുപടി കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനായിരുന്നു എന്നാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം, സൽസ്വഭാവത്തെ പൂർത്തീകരിക്കുവാനായിക്കൊണ്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല നബിയെക്കുറിച്ച് പറയുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ് നിങ്ങൾക്ക് ഉത്തമ മാതൃകയുള്ളത് എന്ന് പറയുമ്പോൾ നമ്മുടെ കുടുംബകങ്ങളും നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും പരിപൂർണമായി ഇസ്ലാമികവൽക്കരിക്കുക എന്നതു തന്നെയാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അവിടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നന്നായി ബാക്കി വിഷയങ്ങൾ കേടുന്ന് കിടക്കട്ടെ എന്നുള്ളതല്ല. ആ നിലക്ക് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇവിടെയാണ് മാതാപിതാക്കൾ മക്കളുടെ കൂടെ ഇരുന്ന് റീൽസ് കാണുമ്പോൾ, ഷോർട്സ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടികൾ ഇത് കാണുന്നതൊരു പ്രശ്നമല്ല എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് വളരുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ആരും ഇവിടുത്തെ നാസ്തിക ക്ലാസ്സുകളിൽ പോയിക്കൊണ്ടല്ല നാസ്തികനായി മാറുന്നത്. ആരും ഒരു നാസ്തികനായി മാറുന്നത് നാസ്തിക ക്ലാസ്സുകളിൽ പോയിട്ടല്ല, മറിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് കല്യാണം എന്നുള്ളത് അതൊരു പ്രശ്നമാണെന്നാണ് പറയുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ പ്രശ്നക്കാരാണ്, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ പ്രശ്നക്കാരാണെന്നാണ്. ഇത് ഉമ്മയും ബാപ്പയും മക്കളും ഒന്നിച്ചിരുന്ന് കാണുകയാണ്. ഈ കാണുന്നതിൽ നിന്ന് മാറണമെങ്കിൽ തന്നെ സൃഷ്ടിച്ച റബ്ബ് തന്നെ എന്തിനു സൃഷ്ടിച്ചു, എന്തിനു പറഞ്ഞയച്ചു എന്ന ബോധം ഓരോരുത്തർക്കും ഉണ്ടാകണം. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് എന്ന കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. ആരാധന എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള വാക്കുകൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ചിന്തകൾ, ഇതാണ് ആരാധന എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയാണെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അള്ളാഹിനെ സഹായിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങളെയും സഹായിക്കുമെന്നാണ്. അള്ളാഹിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു എങ്ങനെയാണോ നമ്മോട് ജീവിക്കുവാൻ ആവശ്യപ്പെട്ടത് അതുപോലെ ജീവിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.